إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وقال نوح رب لا تذر على الأرض من الكافرين ديارا إنك إن تذرهم يضلوا عبادك ولا يلدوا إلا فاجرا كفارا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ അതിസൂക്ഷ്മമായി കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പ്രത്യേകിച്ചും നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ കാത്തു സൂക്ഷിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഉലുൽ അസ്മിൽപ്പെട്ട ഒരു പ്രവാചകനാണ്. അദ്ദേഹം 950 കൊല്ലം നിരന്തരമായി ലൈലം വനഹാറൻ, രാവും പകലും വ്യത്യാസമില്ലാതെ സമൂഹത്തെ യഥാർത്ഥ നന്മയുടെ വഴിയിലേക്ക് ക്ഷണിച്ചു. എന്നാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിൽ സത്യം മനസ്സിലാക്കി കൂടെ നിന്നത്. അവസാന ഘട്ടത്തിൽ അദ്ദേഹം നടത്തുന്ന ഒരു പ്രാർത്ഥന, അദ്ദേഹം സൂറത്തുൽ നൂഹിന്റെ അവസാനത്തിൽ കാണാം. വഖാല നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. അല്ലാഹുവേ, എൻ്റെ റബ്ബേ, ഭൂമുഖത്ത് സത്യനിഷേധികളിൽപ്പെട്ട ഒരു പൗരനെയും നീ വിട്ടുകളയരുതേ. അതിൻ്റെ കാരണമായി അദ്ദേഹം
പറയുന്നത്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അതിന്റെ ന്യായം അദ്ദേഹം പറഞ്ഞത്, ഇന്നക ഇൻ തദർഹും, അവരെ നീ ജീവിക്കാൻ വിടുകയാണെങ്കിൽ, യുദില്ലു ഇബാദക്, അവർ നിന്റെ അടിമകളെ അവർ കുഴപ്പത്തിലാക്കും. അവരെന്ത് ചെയ്യും? ആ തമ്മാടികളും നിഷേധികളുമായവർ, അവർ ജനിപ്പിക്കുന്ന സന്താനങ്ങൾ, വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറൻ, അവർ തെമ്മാടികളും കാഫറുകൾക്കുമാണ് അവർ ജന്മം നൽകുക. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്ത ദുആയിൽ പോലും തീർത്തും തെമ്മാടിത്തരത്തിൽ ജീവിക്കുന്ന, അധർമ്മത്തിൽ ജീവിക്കുന്ന, സത്യനിഷേധത്തിൽ ജീവിക്കുന്നവർക്ക് അവരുടെ ഇനി അടുത്ത തലമുറയായി ആരാണ് കടന്നു വരിക? സ്വാഭാവികമായും നല്ല മനുഷ്യർ രൂപപ്പെടാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഇല്ല. അവർ ജനിക്കുന്ന പുതിയ ജനറേഷൻ അവിടെ തമ്മാടികളും തീർത്തും തോന്നിവാസികളുമായ ഒരു ജനതയാണ് അവിടെ കടന്നു വരിക. എന്നാൽ ഇനിയൊരു പുതിയ തലമുറക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അവിടെ നന്മയുടെ വഴികളിലേക്ക് കടന്നു വരാൻ കഴിയും. അദ്ദേഹത്തിന്റെ ക്ഷമയുടെ അങ്ങേയറ്റം എത്തിയപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം നടത്തുന്ന ദുആയാണ്. അവിടെ നമുക്ക് നൂഹ് നബി അലൈഹി സ്വലാമിയുടെ മകനെ നമുക്ക് കാണാം. 950 കൊല്ലം ദഅവത്ത് നടത്തിയപ്പോൾ ഹിദായത്ത് കൊടുക്കുക എന്ന അധികാര പരിധി മഹാനായ ഉലുൽ അസ്മിൽപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാമക്കില്ല. അത് അള്ളാഹുവാണ് ഹിദായത്തിന്റെ നന്മയുടെ വഴി കാണിച്ചു കൊടുക്കേണ്ടത്. അവിടെ കപ്പലിറക്കിയപ്പോൾ ഇർക്കബ്മാന, ഞങ്ങളുടെ കൂടെ കപ്പലിൽ കയറാൻ നൂഹ് നബി അലൈഹി സ്വലാം മകനെ വിളിച്ചു. പക്ഷെ ആ മകൻ വിസമ്മതിക്കുകയും ജൂതി പർവ്വതത്തിന്റെ മുകളിൽ ഞാൻ കയറിക്കോളാം എന്നാണ് അവൻ ന്യായം പറഞ്ഞത്. പക്ഷെ ജൂതി പർവ്വതത്തിന്റെയും മുകളിൽ അവിടെയുള്ള ജലപ്രളയം എത്തി, നൂഹ് നബി അലൈഹി സ്വലാമിയുടെ മകൻ പോലും അതിൽ നശിച്ചു പോയി എന്നാണ്. ഇവിടെ നൂഹ് നബി അലൈഹി സ്വലാം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ചു. തന്റെ മകനെ കിട്ടിയില്ല. എന്നാൽ ആ തലമുറയിലൂടെ വരുന്നത് അടുത്ത തലമുറ തീർത്തും വൃത്തികെട്ട ഒരു തലമുറയായിരിക്കും എന്ന് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും എത്ര കണ്ട് ദീനീ കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നു, ഹറാമുകളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തമായ ഒരു ജീവിതം നയിക്കുന്നു, അതിനനുസരിച്ചാണ് നമ്മുടെ മക്കളും പുതിയ തലമുറയും എന്ത് ചെയ്യുന്നത്? അതിനനുസരിച്ച് നന്മയുടെ വഴികളിലേക്ക് അവർ ചേർന്നു വരുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, പുതിയ കാലഘട്ടത്തിലെ മക്കളുടെ പെരുമാറ്റം, അവരുടെ വേഷവിധാനങ്ങൾ, അതൊക്കെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളുമായി ബന്ധപ്പെട്ട് 100 കൂട്ടം പരാതികളാണ് പലപ്പോഴും പേരൻസിന് പറയാനുള്ളത്. ഇവിടെ നമുക്കറിയാം, ചെറിയ കുട്ടികൾ വരെ അവരെ ഉപദേശിക്കുമ്പോൾ പോലും, ഉപദേശ നിർദ്ദേശങ്ങൾ പോലും അവർക്ക് വലിയ പ്രയാസമായി മാറുകയാണ്. ചില കുട്ടികളെങ്കിലും ചോദിക്കുന്നത്, ഇത് എന്നെ ഉപദേശിക്കേണ്ടതില്ല, ആരോടാണ് പറയുന്നത്? സ്വന്തം വാപ്പയോടാണ് പറയുന്നത്. നിങ്ങൾ എന്നെ ഉപദേശിക്കേണ്ടതില്ല, ഇത് എന്റെ സ്വാതന്ത്ര്യമല്ലേ എന്ന് ചോദിക്കുന്നത് ഒരു 8ാം ക്ലാസ്സുകാരനും 7ാം ക്ലാസ്സുകാരനൊക്കെ ആയ ആ പ്രായത്തിലുള്ള കുട്ടികൾ വാപ്പയോട് ചോദിക്കുന്നത് ഇത് എന്റെ സ്വാതന്ത്ര്യമാണ് എന്നുള്ളതാണ്. ഉപദേശങ്ങൾ അവർക്ക് കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ അവരുടെ ഇച്ഛക്കും ഇഷ്ടത്തിനും അനുസരിച്ച് മുന്നോട്ട് പോകാമെന്ന ഒരു നിലപാടാണ് പുതിയ കാലഘട്ടത്തിൽ ഒരു സംസ്കാരമായി അവർ സ്വീകരിച്ചു പോന്നിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഏതു കാര്യങ്ങളും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനക്കനുസരിച്ചാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മുന്നോട്ട് പോകേണ്ടത്. നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഏത് സംവിധാനത്തിന്റെ ഉള്ളിലുമുണ്ട്. മാതാപിതാക്കൾ അവരുടെ പൊസിഷനിൽ നിൽക്കുമ്പോൾ അവരുടെ അവകാശമാണ് എന്ത്? തന്റെ കീഴിലുള്ള കുട്ടി വരെ ഉപദേശിക്കുക എന്നത്. ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, ഒരു പൗരനാകുമ്പോൾ രാജ്യത്ത് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ, എനിക്ക് തോന്നിയതുപോലെ ഓടിക്കും, ഇവിടുത്തെ നിയമങ്ങളൊന്നും എനിക്ക് ബാധകമല്ല? ഏത് കാര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോഴും അവിടെയൊക്കെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ നമുക്കുണ്ടാകും. അത് അനുസരിക്കാനും അത് കേൾക്കാനും ഉൾക്കൊള്ളാനും നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, നമ്മുടെ മക്കൾ പൂർണ്ണമായും ഒരു ഒഴിവ് സമയത്തിലേക്ക്, ഒരു അവധിക്കാലത്തേക്ക് അവര് കടന്നുപോയിരിക്കുകയാണ്. ഇവിടെ മക്കൾക്ക് വെറും കളിക്കാനുള്ള സമയമല്ല യഥാർത്ഥത്തിൽ ഈ വെക്കേഷൻ കാലം എന്ന് പറയുന്നത്. മറിച്ച് അവരുടെ ഈമാനും അവരുടെ സ്വഭാവവും ഒക്കെ കരിപ്പിടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല സുവർണാവസരമാണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയത്. അവർക്ക് സ്കൂളും മറ്റു മദർസയും മറ്റു തിരക്കുകളും ഒന്നുമില്ലാതെ വളരെ ഫ്രീ ആയി നമ്മുടെ അടുത്തേക്ക് അവരെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ അവധിക്കാലം അർത്ഥവത്താക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ സമയത്തിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ ഗൗരവം കൊടുക്കേണ്ടതുണ്ട്. നമ്മളിങ്ങനെ രാവിലെയാകുന്നു, രാത്രിയാകുന്നു, അതങ്ങനെ
റൊട്ടേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, യാന്ത്രികമായി നമ്മളിൽ നിന്ന് എന്ത് ചെയ്തു, സമയവും സന്ദർഭങ്ങളൊക്കെ കഴിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവധി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള മോചനമല്ല, പൂർണ്ണമായൊരു ഫ്രീഡം ലഭിക്കുക എന്നതല്ല. നമ്മുടെ ഓരോ സെക്കൻഡും അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. മക്കൾ വെറുതെ ഇരിക്കുമ്പോഴാണ് പലപ്പോഴും മോശം ചിന്തകൾ ശൈത്താൻ ഇട്ട് കൊടുക്കുക. പൂർണ്ണമായ ഒരു ഒഴിവ് സമയം, ഒരാൾക്ക് തിരക്കുകളില്ല. നമ്മൾ രാവിലെ സ്കൂളിലേക്ക് വിട്ടാൽ ഒരു 8 മണി 9 മണിക്ക് സ്കൂളിലേക്ക് വിട്ടാൽ ഒരു 5 മണിക്ക് തിരിച്ചു വരുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ടൈം അവൻ എന്ത് ചെയ്തു, അവൻ എൻഗേജ് ആണ്, സ്കൂളിൽ എൻഗേജ് ആണ്. അതിന്റെ യാത്രയിലും അതിന്റെ വൈകുന്നേരം വന്നാൽ കളികളിലും വർക്കുകളിലൊക്കെ അവൻ എൻഗേജ് ആയി മാറുകയാണ്. പക്ഷെ ഇപ്പൊ പൂർണ്ണമായിട്ട് ഫ്രീ ആണ്. ഇവിടെ ഈ ഫ്രീ സമയം എന്ന് പറയുന്നത് അത് വെറുതെ ഇരിക്കണ ആരോഗ്യമുള്ള ഒഴിവ് സമയത്തെ ശൈത്താൻ അവിടെ എന്ത് ചെയ്യും, ചില പണികൾ എടുക്കും. അവൻ എന്ത് ചെയ്യും, ഏതിലേക്കാണ് അവൻ കൊണ്ടുപോകുക, തിന്മകളിലേക്കാണ് അവൻ കൊണ്ടുപോകുക. ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, മനുഷ്യന്റെ മനസ്സ് തിന്മകളോട് കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. കൂടുതൽ നന്മയോടല്ല താല്പര്യം. നമ്മളിങ്ങനെ തെളിച്ചു വിട്ടാൽ അവർ നന്മയുടെ വഴിയെ സ്വയം കണ്ടെത്തി വരൂല. കാരണം ശൈത്താൻ അവനെ കൂടുതൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് തിന്മയുടെ വഴികളിലേക്കാണ്. മോശം ചിന്തകൾ, മോശം കൂട്ടുകെട്ടുകൾ അവരെ പിടികൂടുന്നത്. അതുകൊണ്ടാണ് സൂറത്തു ശറഹിലെ ആയത്ത് ഫൈദാ ഫറഗ്ത ഫൻസബ്, നീ ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിൽ വ്യാപൃതനാവുക. എന്താണ് പണി എന്ന് ചോദിച്ചാൽ, എന്താണ് നിന്റെ ഏർപ്പാട് എന്ന് ചോദിച്ചാൽ, ഞാൻ ഫുൾ ഫ്രീ ആണ് എന്ന് പറയുന്നത് അപകടമുണ്ട്. അയാൾക്ക് ഒരു പണിയില്ല, ദുനിയാവിന്റെ കാര്യമില്ല, ആഖിറത്തിന്റെ കാര്യമില്ല. ഒരാൾ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ശൈത്താൻ ഒരുപാട് മോശപ്പെട്ട ചിന്തകൾ അവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരും. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബികൾ പറഞ്ഞത്, നീ പിന്നെ ആഖിറത്തിന്റെ പരലോകത്തിന്റെ കാര്യത്തിൽ ഒന്നുമില്ലെങ്കിൽ ഈ ദുനിയാവിന്റെ കാര്യത്തിൽ വ്യാപൃതനാവുക എന്ന് പറഞ്ഞാൽ ഹലാലായ കാര്യങ്ങൾ. ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചില ആക്ടിവിറ്റീസ് ചെയ്യുക, അവിടെ പിന്നെ കൃഷികളിൽ അല്ലെങ്കിൽ വീട് ക്ലീനിങ്ങുകളിൽ, ഇങ്ങനെ ഒരു മനുഷ്യൻ ഭൗതികമായ കാര്യത്തിൽ എങ്കിലും വ്യാപൃതനാവുക. അല്ലെങ്കിൽ ശൈത്താൻ അവിടെ കൊണ്ടുവന്ന് അവന് കൊടുക്കുന്നത് തിന്മകളുടെ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ്. ഇവിടെ ഒരു അറബി കവി പാടിയതുപോലെ, ഇന്ന ശബാബ വൽ ഫറാഗ വൽ ജിദാ മഫ്സദത്തുൽ ലിൽ മർഇ ഐ മഫ്സദ, യൗവനവും ഒഴിവു സമയവും പണവും ഒരാളിൽ ഒത്തുചേർന്നാൽ അത് മനുഷ്യനെ വലിയ നാശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. നമ്മളെ മക്കളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ട്. ഒഴിവ് സമയമുണ്ട്, അവർ യുവത്വത്തിന്റെ പ്രസരിപ്പിലാണ്, അവരുടെ കയ്യിൽ പണവുമുണ്ട്. ഒരു അറബി കവി പാടിയ പാട്ടാണ്. ഈ മൂന്നും ഒരാളിൽ ഒത്തുവന്നാൽ മനുഷ്യനെ വലിയ നാശങ്ങളിലേക്ക് അത് നയിക്കുമെന്നാണ്. യൗവനവും ഒഴിവ് സമയവും പണവും സമ്പത്തും മൂന്നും ഒന്നിച്ചു ചേർന്നാൽ. അതുകൊണ്ട് തന്നെ സമയം എന്നത് വലിയ അനുഗ്രഹമാണ്. സമയത്തെക്കുറിച്ചുള്ള വിചാരണയുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സമയത്തെക്കുറിച്ച് വിചാരണയുണ്ട്. അതുകൊണ്ടാണ് 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലി റജുലിൻ വഹുവ യഇലുഹു, ഒരാളെ ഉപദേശിച്ചുകൊണ്ടിരിക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഗ്തനിം ഖംസൻ, 5 കാര്യങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഖബല ഖംസിൻ, 5 കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പായി. അതിലൊന്ന് ശബാബക ഖബല ഹറമിക, നിന്റെ വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിന്റെ യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തണം. വസിഹതക ഖബല സഖമിക, നിനക്ക് നിന്റെ രോഗത്തിന് മുമ്പുള്ള ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണം. വഗിനാക ഖബല ഫഖരിക, അതേപോലെ ദാരിദ്ര്യത്തിന് മുമ്പുള്ള നിന്റെ സമ്പന്നതയെ നീ ഉപയോഗപ്പെടുത്തണം. വഫറാഗക ഖബല ശുഗ്ലിക, 4-മത്തത് തിരക്കുകൾക്ക് മുമ്പുള്ള നിന്റെ ഒഴിവ് സമയത്തെ നീ ഉപയോഗപ്പെടുത്തണം. വഹയാതക ഖബല മൗതിക, മരണത്തിന് മുമ്പുള്ള നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തണം. 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതിന് മുൻഗണന കൊടുക്കേണ്ടത് എന്താണ് സഹോദരങ്ങളെ? ഈ വെക്കേഷൻ സമയത്ത് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്, നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ആണ് പറയുന്നത്. നമ്മുടെ കുട്ടികളുടെ വേഷവിധാനത്തിൽ ഏതൊക്കെയോ രാജ്യത്തിന്റെ സംസ്കാരങ്ങളും എവിടെയൊക്കെയോ ആരൊക്കെയോ ധരിച്ച വേഷങ്ങളുടെ മോഡലായി അതിനെ അനുകരിച്ചുകൊണ്ടാണ് അവന്റെ പാൻസ്, അവന്റെ ടീഷർട്ട്, അവന്റെ മുടി, അവന്റെ മറ്റു സംസ്കാരങ്ങളൊക്കെ രൂപപ്പെട്ടത്. എവിടുന്നാണ്? ഇതെങ്ങനെയാണ്? അതൊരു ട്രെൻഡ് രൂപപ്പെട്ടതാണ്. ആരോ അങ്ങനെയാണ് ഉടുത്തത്, ആരോ അങ്ങനെയാണ് മുടി വെട്ടിയത്. അതിനനുകരിച്ച് അവനും എന്ത് ചെയ്യാണ്? ആ ട്രെൻഡിനനുസരിച്ച് എന്ത് ചെയ്യാണ്? മുടി വെട്ടുകയാണ്, പാൻസ് ധരിക്കുകയാണ്, ടീഷർട്ട് ധരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ അവരുടേതായ തലത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആളുകൾ പറയുന്നത് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാനില്ല എന്നുള്ളതാണ്. എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ അഡ്രസ് ചെയ്യുമ്പോൾ
പെൺകുട്ടികൾ നാട്ടിൽ ഇല്ലാഞ്ഞിട്ടാണോ? അവർ പ്രായപൂർത്തിയാകാഞ്ഞിട്ടാണോ? അല്ല, അവർ വിവാഹം വേണ്ടെന്നാണ് അവർ പറയുന്നത്. ചിലർ PG കഴിയട്ടെ, ജോലി ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് 27 28 വയസ്സുള്ള പെൺകുട്ടികൾ വിവാഹത്തെ വൈകിപ്പിക്കുന്നു. ചിലർ പറയുന്നത് വിവാഹമേ വേണ്ടതില്ല എന്നാണ്. പിന്നീട് ആദ്യം ഇങ്ങനെയൊക്കെ പറയും, പിന്നെ വിവാഹമേ വേണ്ടതില്ല. എന്താണ് ഇതിന്റെ കാരണം? എന്റെ സ്വാതന്ത്ര്യം എനിക്ക് നഷ്ടപ്പെടും, അതേപോലെ തന്നെ ഭാരം വഹിക്കാൻ ഞാനില്ല, എന്റെ ഫ്രീഡം അവിടെ കെട്ടിയിടപ്പെട്ടതുപോലെ ഒരാളുടെ കീഴിൽ ഞാൻ ജീവിക്കേണ്ടി വരും. അപ്പോൾ അതിന്റെ മറ്റ് അവിഹിതത്തിന്റെ വഴികൾ തിരഞ്ഞെടുക്കുന്ന പുതിയ ജനറേഷന് നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ കാണുകയാണ്. ഇവിടെയൊക്കെ നമുക്ക് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കുട്ടികളുടെ പഠനത്തിൽ അവരുടെ ഫീസും അവരുടെ കോഴ്സ് സെലക്ട് ചെയ്യലും അവരുടെ ഡ്രസ്സിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കൽ മാത്രമല്ല, നമ്മൾ പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്തോറും എന്ത് ചെയ്യും, നമുക്ക് അവസരങ്ങൾ, അത് വൈകുന്തോറും അവസരങ്ങൾ നഷ്ടപ്പെടാണ്. ഒരു 5 വയസ്സ് 7 വയസ്സ് ഈ ചെറിയ പ്രായത്തിൽ കൊടുക്കേണ്ട തർബിയത്തുകൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ 25 വയസ്സ് 27 വയസ്സായ പെൺകുട്ടികളോട് പറയുന്നതിന് പരിമിതികളും നമുക്കതിന്റെ റിസൾട്ട് ഇല്ലായ്മയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ആവശ്യമായ തർബിയത്തുകൾ, സംസ്കാരങ്ങൾ നമ്മൾ കൊടുക്കണം. പ്രത്യേകിച്ച് അവരുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നവർ ഉമ്മമാരാണ്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ വിവാഹത്തെ പറ്റി പറഞ്ഞപ്പോ, പാരന്റിങ് ചർച്ച ചെയ്തപ്പോ പണ്ഡിതന്മാർ ആദ്യം കൊടുത്ത പോയിന്റ് എന്താണ്? നല്ല ഒരു ഉമ്മയെ സെലക്ട് ചെയ്യുക എന്നാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, പല കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം ചെയ്യപ്പെടാറുണ്ട്. ദീനുള്ളവൾക്ക് നീ പരിഗണന കൊടുക്കണം. എന്തിനാണത്? നമ്മുടെ ഉമ്മക്ക് നമ്മുടെ മക്കൾക്ക് തർബിയത്തുകൾ പകർന്നു കൊടുക്കേണ്ടത് ആരാണ്? അത് അവരുടെ ഉമ്മയാണ്. ആ ഭാര്യയെ സെലക്ട് ചെയ്യുന്നിടത്ത് പോലും പാരന്റിങ് പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നല്ല നിരൂപണവും ശ്രദ്ധയും മക്കളുടെ കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇതിനൊക്കെ പരിഹാരം എന്താണ്? പരിഹാരം ദീനി പഠനത്തിന് മുൻഗണന കൊടുക്കണം എന്നുള്ളതാണ്. സ്കൂൾ പഠനത്തിനിടയിൽ വിട്ടുപോയ ഇസ്ലാമിലെ അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മുടെ കുട്ടികൾക്ക് ഫുട്ബോൾ താരങ്ങളുടെ പേരറിയാം, സെലിബ്രേഷൻ, പിന്നെ അതേപോലെ യൂട്യൂബുകളിലൊക്കെ ബ്ലോഗർമാരുടെ പേരുകളും ഡീറ്റെയിലൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, അതിന്റെ എല്ലാ A to Z കാര്യങ്ങൾ അറിയാം. പക്ഷെ അശ്റത്തുൽ മുബശ്ശിരീന്റെ പേര് ചോദിച്ചു, പ്രവാചകന്റെ സഹാബത്തിൽ 10 സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളുടെ പേര് ഈ പറഞ്ഞ്, 25 നബിമാരുടെ പേരുകൾ പറഞ്ഞ്, പ്രവാചകന്റെ അവിടുത്തെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ പേരുകൾ പറഞ്ഞ്, പ്രവാചകന്റെ മക്കളുടെ പേരുകൾ പറഞ്ഞ്. അതൊന്നും നമ്മുടെ മക്കൾക്ക് പലർക്കും അറിയില്ല. അസ്മാഉൽ ഹുസ്ന അറിയോ? അള്ളാന്റെ നാമങ്ങൾ 99 നാമങ്ങൾ, അതൊന്നും അറിയില്ല പലപ്പോഴും. എന്നാൽ അറിയുന്നത് എന്താണ്? അറിയുന്നത് ഇത്തരം കുറെ കാര്യങ്ങൾ, അവര് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കിട്ടിയ കുറെ വിവരങ്ങൾ അവരുടെ മൈൻഡിലുണ്ട്. ഇതൊന്നും അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സമയം കണ്ടെത്തണം. ഈ വെക്കേഷൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ അറിവ്, അതിൽ ഏറ്റവും ഒന്നാമത്തെ അറിവ് അള്ളാഹിനെ പറ്റിയുള്ള അറിവാണ്. അതാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് നിങ്ങൾ അറിയണം. നമ്മുടെ മലയാളത്തിലുള്ള ബുക്സുകളുണ്ട് എത്രയോ വായിക്കാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് എന്നൊക്കെ പേരുള്ള പുസ്തകങ്ങൾ മലയാളത്തിലുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ വായിക്കാൻ പറ്റിയ പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങൾ ടാസ്ക് ആയിട്ട് അവർക്ക് വെച്ചു കൊടുക്കാം. ആ പ്രായത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, അതിലെ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളും പ്രോത്സാഹനങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത്തരം ആക്ടിവിറ്റീസുകൾ കൊടുക്കാം. അതേപോലെ ഖുർആൻ പാരായണം എന്നിവയിൽ മക്കൾക്ക് പരിശീലനം പ്രത്യേകമായി എന്ത് ചെയ്യണം, നമുക്ക് നൽകാൻ കഴിയണം. ഇതൊക്കെ ആർക്കാണ് ഉണ്ടാവുക? അള്ളാഹു ഒരാളിൽ ഖൈർ ഉദ്ദേശിച്ചാൽ അയാൾക്ക് മതപരമായ അറിവ് നേടാനുള്ള സാഹചര്യങ്ങൾ അയാളിൽ രൂപപ്പെടുന്നതാണ്. റസൂൽ പറഞ്ഞ ഹദീസ് എന്താ? മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, അള്ളാഹു ആർക്കെങ്കിലും ഒരു ഖൈർ വരുത്തണമെന്ന് ഉദ്ദേശിച്ചാൽ യുഫഖിഹു ഫിദ്ദീൻ, അവനെ ദീനിൽ അറിവുള്ളവനാക്കും, ദീനിൽ അവഗാഹമുള്ളവനാക്കും, ദീന് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ അവന് അള്ളാഹു സൃഷ്ടിച്ചു കൊടുക്കും. അതോടെ തന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാര് നമ്മൾ ഓരോരുത്തരും പാരന്റ്സ് ആണ്. നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ എന്ന് വിളിച്ചു പറഞ്ഞ സൂറത്തു തഹരീമിലെ 6ാമത്തെ ആയത്ത് എന്താ? നമ്മളെ വിളിച്ചിട്ട് അള്ളാഹു വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും, ഓ വിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണം. വഅഹ്ലീകും നാറ, നിങ്ങളുടെ കുടുംബത്തെയും അഹ്ലുകാരെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം. അഹ്ലുകാർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ മക്കൾ, നമ്മുടെ ഇണകൾ, നമ്മുടെ മാതാപിതാക്കൾ, കുടുംബം. നമ്മുടെ അഹ്ലുകാരാണ് ആദ്യം പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത്. നരകത്തിൽ നിന്ന് കഴിച്ചിലാകാൻ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബമാണ്.
എന്നിട്ട് അല്ലാഹു പറഞ്ഞു വഖൂദുഹന്നാസ് വൽ ഹിജാറ, അവിടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യനും കല്ലുമാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, അവിടെ കാവൽ നിൽക്കുന്നത് കഠിന ഹൃദയരും പരുഷ സ്വഭാവികളുമായ മലക്കുകളാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ലാഹുവിന്റെ കൽപ്പനക്ക് അവർ യാതൊരു അനുസരണക്കേടും കാണിക്കുകയില്ല. വയഫഅലൂന മാ യുഅ്മറൂൻ, അല്ലാഹ് എന്താണോ കൽപ്പിച്ചത് അത് അപ്രകാരം നിർവഹിക്കുന്നവരാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോ സലഫു സ്വാലിഹ്യങ്ങൾ പറഞ്ഞ വ്യാഖ്യാനം എന്താ? ഇബ്നു അബ്ബാസ് പറഞ്ഞത് ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ എന്ന് പറഞ്ഞ ഇഅ്മലൂ ബിത്വാഅത്തില്ലാ, അല്ലാഹുവിനെ അനുസരിക്കുന്നതിൽ നിങ്ങളെ മക്കൾ എന്ത് ചെയ്യാ, അതിൽ നിങ്ങൾ പ്രാപ്തരാക്കുക. വത്തഖൂ മആസില്ല, അല്ലാഹുവിന്റെ അനുസരണക്കേട് കാണിക്കുന്നതിൽ നിന്ന് അവരെ തഖ്വയുള്ളവരാക്കുക, സൂക്ഷ്മതാബോധമുള്ളവരാക്കുക. വഅമറൂ അഹ്ലീകും ബിദ്ദിക്ർ യുൻജീകുമുല്ലാഹു മിനന്നാർ, നരകത്തിൽ നിന്ന് അവരെ രക്ഷിക്കപ്പെടുന്നതായ ആ ഉത്ബോധനങ്ങൾ, നസീഹത്തുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് നൽകുക. അപ്പൊ നസീഹത്ത് നൽകേണ്ടത് ആരാണ്? നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും വലിയ ബാധ്യതയാണ്. അതാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ എന്ന് പറഞ്ഞാൽ അദബൂഹും വഅല്ലിമൂഹും, അവർക്ക് നിങ്ങൾ അദബ് പഠിപ്പിച്ചു കൊടുക്കുക, മര്യാദകൾ, സംസ്കാരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ മര്യാദകളും സ്വഭാവ രൂപീകരണവും, മക്കളെ നല്ല മര്യാദകൾ, അദബുകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. വലിയവരോട് ആളുകൾ കയർത്ത് സംസാരിക്കുന്നു, നിങ്ങൾ ആരാണ് എന്നോട് പറയാൻ, നിങ്ങൾക്ക് നിങ്ങളെ പണി നോക്കാൻ പോരെ. അവരോട് ഷൗട്ട് ചെയ്യുന്ന, മുതിർന്നവരെ ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന പുതിയ ജനറേഷനെ പലരെയും നമ്മൾ കാണുന്നു. വലിയവരോട് ബഹുമാനം കാണിക്കാനും ചെറിയവരോട് കാരുണ്യം കാണിക്കാനും സംസാരത്തിലെ സത്യസന്ധത എന്നിവയൊക്കെ മക്കളെ ശീലിപ്പിക്കേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കഥകൾ നമ്മൾക്ക് അവർക്ക് എന്ത് ചെയ്യാം, പ്രവാചകൻ കഥകളിലൂടെ, സംഭവങ്ങളിലൂടെ കുട്ടികൾക്ക് ഇത്തരം സത്യസന്ധതയുടെ മഹത്വം പഠിപ്പിക്കുന്ന കഥകൾ, അതേപോലെ അമാനത്തിന്റെ ഗൗരവം പഠിപ്പിക്കുന്ന അത്തരം സംഭവങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു. ഇബ്നുൽ മുബാറക് റഹിമഹുല്ല പറയാണ് നഹ്നു ഇലാ ഖലീലിൻ മിനൽ അദബി അഹ്വജു മിന്നാ ഇലാ കസീരിൻ മിനൽ ഇൽം, നമുക്ക് ഒരുപാട് അറിവിനേക്കാൾ ആവശ്യമായിട്ടുള്ളത് അല്പം മര്യാദയാണ്, അദബുകളാണ് എന്നാണ്. അതേപോലെ മാതാപിതാക്കളുടെ പാരന്റ്സിന്റെ സാമീപ്യം, മക്കളെ നമുക്ക് ട്യൂഷനും ക്ലാസ്സുകളൊക്കെ ക്യാമ്പുകളൊക്കെ അയക്കുന്നതിന്റെ അപ്പുറത്ത് അവർക്കൊപ്പം ഇരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. അവരെ കേൾക്കാൻ നമുക്ക് സമയമില്ല, നമ്മൾ തിരക്കിലാണ്, അവരോടൊപ്പം ഇരിക്കുന്നില്ല. ആ നിലക്ക് മക്കളോടൊപ്പവും പേരമക്കളോടൊപ്പവും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കേൾക്കാനും, എത്ര തിരക്കുള്ള പ്രവാചകനാണ്. ആ ജീവിതത്തിനിടയിൽ പ്രവാചകൻ അതിനൊക്കെ സമയം കണ്ടെത്തി, അവരോടൊപ്പം കളിച്ചു, നബി സമയം ചെലവഴിച്ചു, അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പറ്റി അങ്ങനെയാണ് പറയുന്നത്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ എന്നിവരെ തോളിലേറ്റി ആരോടൊപ്പം കളിച്ചു, നബി സമയം ചെലവഴിച്ചു. അതേപോലെ ചില സുജൂദുകൾ ദീർഘിച്ചു പോയി, പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, റസൂലുള്ളാഹി ഇമാമാണ്, പക്ഷെ പ്രവാചകന്റെ ഷോൾഡറിൽ കാര്യം ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രവാചകൻ നമസ്കാരം, സുജൂദുകൾ ചിലപ്പോൾ ദീർഘിച്ചു പോയി. അപ്പൊ ഈ അവധിക്കാലത്ത് നമ്മുടെ മക്കളുടെ കൂടെ യാത്രകൾ ചെയ്യാനും അവരുടെ സംശയങ്ങൾക്കൊക്കെ മറുപടി നൽകാൻ, നല്ല നിലക്ക് അവര് പറയുന്നത് കേൾക്കാനും, അത്തരം യാത്രകളിൽ നമുക്ക് എന്ത് ചെയ്യാം, അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഉപദേശിക്കുക എന്നതിനപ്പുറത്ത് സാന്ദർഭികമായി നമുക്ക് എന്ത് ചെയ്യാം, ആ കാര്യങ്ങൾ തിരുത്തി കൊടുക്കാനും അവരെ കേൾക്കാനും അവർക്ക് മറുപടി നൽകാനൊക്കെ നമുക്ക് പറ്റും. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുടെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് സലാം പറയാറുണ്ടായിരുന്നു. നബി അവരോട് അടുത്തു പോയി അവർക്ക് പ്രത്യേകമായി സലാം പറഞ്ഞിരുന്നു. പ്രവാചകന്റെ എളിമയും പ്രവാചകന്റെ ആ വിനയവുമാണ് നമുക്ക് അറിയിച്ചു തരുന്നത്. കുട്ടികളോട് ആ കാർക്കശ്യമായി പെരുമാറുന്നതിന്റെ അപ്പുറത്ത് വാത്സല്യവും സൗഹൃദവും കാണിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുത്തലുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരമക്കളെ ഉമ്മ വെക്കുന്നത് കണ്ടപ്പോൾ ഒരു അറാബിയായ മനുഷ്യൻ ചോദിച്ചു, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ആരെയും ഇതുവരെ ചുംബിച്ചിട്ടില്ല. റസൂലുള്ളാഹി പറഞ്ഞതാണ് മല്ലാ യർഹം ലാ യുർഹം, കരുണ കാണിക്കാത്തവനോട് കരുണ ചെയ്യപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ മാതൃക അതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സദസ്സിലെ ഒരു സംഭവം നമുക്ക് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നബി ഒരിക്കൽ നബിക്ക് കുടിക്കാൻ പാല് ലഭിച്ചു, ഒരു പാത്രത്തിൽ പാല് കിട്ടി. അപ്പോ സാധാരണ നബിയുടെ രീതി വലതുഭാഗത്തു നിന്നും ആണ് എന്ത് ചെയ്യേണ്ടത്, തുടങ്ങേണ്ടത്. വലതുഭാഗത്ത് ഒരു ചെറിയ കുട്ടി, അത് ഇബ്നു അബ്ബാസ് ആണ്. നമ്മൾ ഖുർആൻ തഫ്സീറുകളിൽ കാണുന്ന മഹാനായ ഏറ്റവും അറിവുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്, അദ്ദേഹത്തിന്റെ ചെറിയ പ്രായം. ഇടതുഭാഗത്ത് പ്രായമായവരും
ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വലതുവശത്തുള്ളവർക്കാണ് മുൻഗണന നൽകേണ്ടത് എന്നതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ ഇവിടെ പ്രത്യേകമായി ചോദിച്ചു, ഇവർക്ക് മുതിർന്നവർക്ക് ആദ്യം നൽകാൻ നീ എനിക്ക് അനുവാദം നൽകുമോ? കാരണം പ്രായമുള്ള മുതിർന്ന ആളുകൾ ഇടതുഭാഗത്താണുള്ളത്, വലതുഭാഗത്ത് ഇബ്നു അബ്ബാസ് എന്ന കുട്ടിയാണുള്ളത്. അപ്പൊ ആ കുട്ടി പറഞ്ഞത്, ഇബ്നു അബ്ബാസ് എന്ന ആ കുട്ടി പറഞ്ഞത്, അള്ളാന്റെ റസൂലെ, അങ്ങയിൽ നിന്നുള്ള എന്റെ വിഹിതം മറ്റൊരാൾക്ക് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ പ്രവാചകനായതുകൊണ്ട് തന്നെ അദ്ദേഹം അതിലൊരു സ്വാർത്ഥത കാണിച്ചു. ആ കുട്ടി ആ പാല് കുടിക്കാൻ ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നു, അത് എനിക്ക് തന്നെ വേണം എന്ന് അദ്ദേഹം വാശി പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാല് ആദ്യം ആ കുട്ടിക്കാണ് നൽകിയത്, എന്നിട്ടാണ് പ്രവാചകൻ മറ്റുള്ളവർക്ക് നൽകിയത്. അപ്പോ ഉപദേശകർ മാത്രമായി നമ്മൾ മാറാതെ നമ്മുടെ ജീവിതത്തിൽ അത്തരം വലിയ മാതൃകകൾ കാണിക്കാൻ നമുക്ക് പറ്റണം, വലിയ മാതൃകകൾ കാണിക്കാൻ പറ്റണം. മക്കളോട് നമ്മൾ ഖുർആൻ ഓതാൻ പറയുന്നു, അതിന് വിശേഷം ഹിഫ്ള് ആക്കാൻ പറയുന്നു നമ്മൾ, പക്ഷെ നമ്മളെ പാരായണമോ? അപ്പൊ നമ്മൾ പാരായണം ചെയ്യുന്നില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അവരോട് നമസ്കരിക്കാൻ പറയുന്നു, ജമാഅത്തുകൾക്ക് പോകാൻ പറയുന്നു, പക്ഷെ നമ്മൾ ജമാഅത്തുകൾക്ക് നമ്മൾ എത്തുന്നില്ല, നമ്മൾ വൈകി എത്തുന്നു, നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളിലെല്ലാം റോൾ മോഡൽ ആവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്ന വാക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംസാരത്തിലും അവരുടെ പ്രവൃത്തിയിലും സത്യസന്ധത നിങ്ങൾ പഠിപ്പിക്കുക. സത്യസന്ധത. അവരോട് സംസാരിക്കുകയാണെങ്കിൽ കളവ് പറയാതിരിക്കുക, അവർക്ക് വാഗ്ദാനം നൽകുകയാണെങ്കിൽ അത് ലംഘിക്കുകയും ചെയ്യാതിരിക്കുക. അവരോടുള്ള സംസാരത്തിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകളും അബദ്ധങ്ങളും പോരായ്മകളും വന്നാൽ അതൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് അങ്ങനെ? എനിക്ക് വാഗ്ദാനം തന്നു, അതൊന്നും ഇവിടെ നിറവേറ്റപ്പെടുന്നില്ല. എന്നോടത് പറയും, പക്ഷെ അതൊന്നും വെറും കളവുകളായി മാറുന്നു. അപ്പോൾ അവൻ നമ്മളിൽ നിന്ന് തന്നെ അത്തരം മാതൃകകൾ കാണുമ്പോൾ വലിയ പരിക്കുകൾ അവരിൽ ഉണ്ടാകുന്നതാണ്. ഉത്തുബത്തുനു അബി സുഫിയാൻ റഹ്മത്തുള്ളാഹി പറയാണ്, സന്താനത്തെ മര്യാദ പഠിപ്പിക്കുന്നവരോട് പറഞ്ഞു, മക്കളുടെ പ്രഥമ സംസ്കരണം നീ സ്വന്തത്തെ നന്നാക്കുന്നതിലാണ്. നിശ്ചയം അവരുടെ നയനങ്ങൾ നിങ്ങൾക്കുമേൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ കണ്ണുകൾ നിങ്ങൾക്കുമേൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മാതാപിതാക്കളുടെ മേൽ അവരുടെ അടുക്കൽ നന്മ നിങ്ങൾ ചെയ്യുന്നതും അവർ തിന്മയായി മനസ്സിലാക്കുന്നത് നിങ്ങൾ ഉപേക്ഷിക്കുന്നതുമായ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം സോഷ്യൽ മീഡിയയുടെ അപകടങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ ചില പോയിന്റുകൾ മാത്രം അതിൽ പറഞ്ഞു. മക്കളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ അവർക്ക് നന്മയുടെ വാതിലായോ അതോ നരകത്തിലേക്കുള്ള വഴിയായോ മാറുന്നു എന്നത് മാതാപിതാക്കൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അവിടെ അവരുടെ ലൈംഗിക അരാജകത്വങ്ങൾ, അശ്ലീലതകൾ, ലഹരി ഉപയോഗങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഇവിടെ കൂട്ടുകെട്ട് എന്നത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരു വ്യക്തി അവന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ്. ഫൽയൻദുർ മൻ യുഖാലിൽ, അവൻ ആരുടെ കൂടെയാണ് കൂട്ടുകൂടുന്നത് എന്ന് കൃത്യമായി പരിശോധിച്ചു കൊള്ളട്ടെ. അവൻ എവിടേക്കാണ് പോകുന്നത്, ആരുടെ കൂടെയാണ് കൂട്ടുകൂടുന്നത്, ആരോടൊപ്പമാണ് അവൻ സഞ്ചരിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കുണ്ട്? മാതാപിതാക്കളായ നമുക്ക് ഓരോരുത്തർക്കും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യം എന്താണ്? നമ്മുടെ ഒരു അമാനത്ത് ഉത്തരവാദിത്തമാണ് എന്നാണ്. ഉത്തരവാദിത്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങൾ എല്ലാവരും ഭരണാധികാരികളാണ്. ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, തന്റെ കീഴിലുള്ളവരെ കുറിച്ച് ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ നമ്മളെ കീഴിലുള്ളവരാണ്? മക്കളാണ്. മക്കളെ പറ്റി മാതാപിതാക്കൾ ചോദിക്കപ്പെടും. അവർക്ക് ഈ അദബുകൾ കൊടുത്തോ, ഈ മര്യാദകൾ പഠിപ്പിച്ചു കൊടുത്തോ, അവരുടെ ജീവിത വഴികളിൽ തകരാറുകൾ സംഭവിച്ചതിന്റെ കാരണക്കാർ നമ്മളാണോ, ഒക്കെ ചോദിക്കപ്പെടും. അപ്പൊ ഇതൊരു അമാനത്താണ്. പല മക്കളും ഇന്റർനെറ്റ് ഉപയോഗിച്ച് വൈകി ഉറങ്ങുന്ന ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പലരും 1 മണിക്കും 2 മണിക്കൊക്കെയാണ് ഉറങ്ങുന്നത്. അവരുടെ കയ്യിൽ മൊബൈലുണ്ട്, ഇന്റർനെറ്റ് ഇഷ്ടം പോലെ ഉണ്ട്, വൈഫൈ ആണ്. അപ്പോൾ മാതാപിതാക്കളൊക്കെ ഉറങ്ങി അവരെവിടെയാണ്? ഇവർ ഈ സോഷ്യൽ മീഡിയയുടെ ലോകത്താണ്. അപ്പൊ 1:30 മണി 2 മണി ഇതുവരെ അതിങ്ങനെ ഉപയോഗിക്കുകയാണ്. അതിൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അതിന്റെ ഒരാവശ്യവും ഇല്ലാത്ത തിന്മകളിലൂടെ ശൈത്താൻ കൊണ്ടുപോവുകയാണ്. പരിശോധിക്കപ്പെടേണ്ട സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങിയപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ അധികാര പരിധിയിൽപ്പെട്ടതാണ്. ഇതൊക്കെ പരിശോധിക്കപ്പെടണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, തീർച്ചയായും ഒഴിവ് സമയമുണ്ടായിട്ടും ഇഹലോകത്തിനോ പരലോകത്തിനോ യാതൊന്നും പ്രവർത്തിക്കാത്തവനോട് ഞാൻ കഠിനമായി ദേഷ്യമുള്ളവനാണ്. എന്ത്? ഇഹലോകത്തിന്റെ കാര്യത്തിലോ പരലോകത്തിന്റെ കാര്യത്തിലോ ഒന്നും പ്രവർത്തിക്കാതെ വെറുതെ ഇരിക്കുന്നവനോട് ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. അത് അപകടമാണ്. അതുകൊണ്ട് തന്നെ ഈ പാഠം മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം.
പൂർണ്ണമായി ഒഴിവാക്കാൻ പറയാൻ അല്ല ചില കാര്യങ്ങൾ. എന്നാൽ അത് അതിൻ്റെതായ നിയന്ത്രണം വെച്ചുകൊണ്ട് ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരണം. അതുകൊണ്ട് തന്നെ തിരുത്തലുകളും അതേപോലെ തന്നെ തിന്മയെ അവിടെ നമുക്ക് തടുക്കാൻ കഴിയുന്ന വഴികളൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? തടുക്കണം. റസൂൽ പറഞ്ഞില്ലേ, മൻ റആ മിൻകും മുൻകറൻ, നിങ്ങളൊരു തിന്മ കണ്ടാൽ ഫൽയുഗയ്യിർഹു ബിയദി, കൈ കൊണ്ട് തടയണം. നമുക്ക് പറ്റുന്ന സംഗതിയാണ്. ഫഇല്ലം യസ്തതി, ഇനി അതിന് കഴിയില്ലെങ്കിൽ ഫബിലിസാനി, നാവ് കൊണ്ട് തിരുത്തണം. ഫഇല്ലം യസ്തതി, ഇനി അതിനോട് കഴിയില്ലെങ്കിലോ ഫബിഖൽബിഹി, നിന്റെ കൽബ് കൊണ്ട് അതിനെ വെറുക്കുകയും ചെയ്യണം. വദാലിക അദാഫുൽ ഈമാൻ, ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന പടിയാണ് അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ആരാധനകൾക്ക് പ്രോത്സാഹനം നൽകണം. ആരാധനകൾക്ക്, പള്ളികളിലേക്ക്, ജമാഅത്തുകളിലേക്ക് അവർ കടന്നു വരുന്നു എന്ന് യാ ബുനയ്യ അഖീമിസ് സ്വലാ, മഹാനായ ലുഖ്മാനുൽ ഹകീം അലൈഹിസ്സലാം സൂറത്തുൽ ലുഖ്മാനിൽ ആദ്യ ഭാഗത്ത് ലുഖ്മാൻ അലൈഹിസ്സലാം മകന് നൽകിയ ഉപദേശമുണ്ട്. യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ എന്ന് പറഞ്ഞ് എത്ര ഉപദേശങ്ങളാണ് ലുഖ്മാൻ അലൈഹിസ്സലാം മകന് കൊടുത്തത്. അതിൽ പ്രധാനപ്പെട്ട ഉപദേശം എന്താണ്? യാ ബുനയ്യ അഖീമിസ് സ്വലാ, എന്റെ പൊന്നുമോനെ നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കണം. യാ ബുനയ്യ, നീ ഒരു തിന്മ ചെയ്താൽ അത് എവിടെയെങ്കിലും ആകാശഭൂമികളിൽ എവിടെയെങ്കിലും പാറക്കുള്ളിലോ ആണെങ്കിൽ അല്ലാഹു പുറത്തു കൊണ്ടുവരും. മകന് കൊടുക്കുന്ന ഉപദേശമാണ്. യാ ബുനയ്യ ലാ തുശ്രിക ബില്ലാഹ്, മോനെ നീ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. അള്ളാഹുവിന് ആരാധന കൊടുക്കുന്ന കാര്യത്തിൽ, ഇബാദത്ത് കൊടുക്കുന്ന കാര്യത്തിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ദുആകൾ, നേർച്ചകൾ, വഴിപാടുകൾ, സുജൂദുകൾ എല്ലാം അള്ളാഹുവിനോട് മാത്രം, അതിൽ ഒരാളെയും പങ്കു ചേർക്കരുത്. മഹാന്മാർക്ക്, അമ്പിയാക്കൾക്ക്, അങ്ങനെ ഒരാൾക്കും ഇബാദത്തുകൾ വഴിമാറിപ്പോ. ഇതൊക്കെ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട്, പ്രവാചകന്മാർ മക്കളെ അടുത്ത് വിളിച്ചവർ ചോദിക്കുന്നത്, എന്റെ ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? നമ്മൾ ആരെങ്കിലും ചോദിച്ചു മക്കളോട്, എന്റെ കാലശേഷം നീ ആരെ വിളിച്ചാണ് പ്രാർത്ഥിക്കുക? നീ എന്ത് ആദർശ നിലപാടുകളാണ് എടുക്കുക? ഇതൊക്കെ പ്രവാചകന്മാരും മഹത്തുക്കളായ സ്വഹാബികളും ഒക്കെ കൊടുത്ത ഉപദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ മഹാനായ ഷെയ്ഖ് സ്വാലിഹുൽ ഫൈസാൻ ഹഫിദുല്ലാഹ് അദ്ദേഹം നൽകിയ ഒരു വാക്ക് കാണാം. തീർച്ചയായും അവരെയും മക്കളെയും കൂട്ടി പള്ളിയിലേക്ക് നിങ്ങൾ പോകണം. അങ്ങനെ നമസ്കാരം ഇതര നന്മകളിലായി അവരെ ഘട്ടം ഘട്ടമായി വളർത്തണം. ഇതാണ് യഥാർത്ഥ തർബിയത്ത്. അവനെ വിരിപ്പിൽ ഉപേക്ഷിച്ചു പോകരുത്, അത് മോശം ശിക്ഷണമാണ്. കാരുണ്യവും സൗമ്യതയും വിചാരിച്ച് അവനെ വഞ്ചിക്കുകയാണ് താങ്കൾ ചെയ്യുന്നത്. നമ്മൾ അവരോടൊരു കാരുണ്യവും ഒരു ഇഷ്ടവും നമ്മുടെ മനസ്സിലുണ്ട് എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ അവരോട് ചെയ്യുന്നത് അത് അവരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. നന്മയിൽ അവരെ കൂട്ടാതെ അവരുടേതായ സൗകര്യം പരിഗണിച്ച് അവരെ വിട്ടുകൊടുക്കുന്നത് അവരോട് ചെയ്യുന്ന വലിയ തെറ്റാണെന്ന് ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. മതപരമായ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് മക്കളെ നല്ല തർബിയത്തോടുകൂടി വളർത്താനും നമുക്ക് ഇഹപര ലോകത്ത് കൺകുളിർമയുള്ള മക്കളായി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പിശാച് പലപ്പോഴും യുവത്വത്തിലെത്തി നിൽക്കുന്ന ആളുകളെ, വിദ്യാർത്ഥികളെയും യുവാക്കളെയൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അവൻ്റെ സ്വകാര്യ നിമിഷങ്ങളിൽ തിന്മകൾ ചെയ്യിക്കുക എന്നത് അവൻ്റെ വലിയ ടാർജറ്റാണ്. പള്ളിയിൽ അവൻ ഉഷാറാണ്, അങ്ങാടിയിൽ ഉഷാറാണ്, കുടുംബത്തിലൊക്കെ നല്ല കുട്ടിയാണ്. പക്ഷെ പലപ്പോഴും നമ്മളെ ശൈത്താൻ പിടിക്കണ ഒരു ഭാഗം, നാം മാത്രം തനിച്ചാകുന്ന ഇടങ്ങളിൽ ശൈത്താൻ എന്ത് ചെയ്യും? അവൻ്റെ തന്ത്രങ്ങൾ പുറത്തെടുക്കും. അവിടെയാണ് നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യാം? തിന്മകൾ ചെയ്യിപ്പിക്കാനുള്ള ഒരു ത്വര നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിയെടുക്കും. എന്താണ് സ്വകാര്യതകളിൽ തിന്മകൾ വെച്ചു പുലർത്തിയാനുള്ള അപകടം? എന്താണ്? നമ്മുടെ സ്വകാര്യതയിൽ ആരും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു തിന്മ എന്താണ് അതിന്റെ പ്രശ്നം? ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികൾ ഇങ്ങനെ പ്രവാചകന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഒരു ദർസിൽ ഒരു സംസാരത്തിൽ പ്രവാചകൻ പറയാണ്, എന്റെ ഉമ്മത്തിലെ ചില ആളുകളെ എനിക്കറിയാം. എന്താ അവരുടെ പ്രത്യേകത? യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തി അംസാലി ജിബാലി തിഹാമ ബീളൻ. വെളുത്ത തിഹാമ പർവ്വതത്തിന്റെ മലയുടെ അത്രയും നന്മയുമായി ഖിയാമത്ത് നാളിൽ കടന്നു വരുന്നവരാണ്. അവരെങ്ങനെയാണ് വരിക? വെളുത്ത തിഹാമ മലയുടെ അത്രയും നന്മകളുമായി ഖിയാമത്ത് നാളിൽ വരും.
പക്ഷെ പ്രവാചകൻ പറയാണ് ഫയജഅലുഹല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറ, അവരുടെ നന്മയെല്ലാം അള്ളാഹു ധൂളികളായി പറത്തിക്കളയും. പരലോകത്ത് ഇങ്ങനെ വന്നിപ്പോ അള്ളാഹ് അതിനെ ധൂളികളായി അതിനെ പറത്തിക്കളയും. അപ്പൊ ഈ ഒരു സംസാരം കേട്ട സ്വഹാബികൾ ആകെ ബേജാറായി. കുറെ നന്മകളുമായി പരലോകത്ത്, ഒരു അവിശ്വാസിയെ പറ്റിയല്ല, ഒരു മുസ്ലിം അല്ലാത്ത ആളെ പറ്റിയല്ല, കുറെ നന്മയുമായി പരലോകത്ത് വന്നിട്ട് ആ നന്മകൾ മുഴുവൻ വൃതാവിലാകുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ്, ചില ആളുകളെ പറ്റിയാണ് നബി പറയുന്നത്. അപ്പൊ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സഹാബി നബിയോട് ചോദിക്കാണ്, സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, നബിയെ സിഫ്ഹും ലന, അവരെ പറ്റി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരും, അവരാരാണ്? ഇത്രയും നന്മ ചെയ്ത് പാപ്പരായി പോയവർ ആരാണ്? നബി പറയാണ്, അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്. നിങ്ങൾ നിസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുന്നവരാണ്, നിങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ നോമ്പെടുക്കുന്നവരാണ്, നിങ്ങൾ നന്മകൾ ചെയ്യുന്നത് പോലെ നന്മ ചെയ്യുന്നവരാണ്. ഇത് ഓരോന്ന് പറയുമ്പോൾ സ്വഹാബികൾക്ക് ബേജാറ് കൂടാണ്. കാരണം ഈ നന്മകളിലൊക്കെ കണ്ണു ചേർന്ന് മുന്നോട്ട് പോകുന്നവരാണ്. പള്ളിയിലുണ്ട്, നന്മകളിലൊക്കെ ഉണ്ടവര്, പ്രകടമായി നോക്കുമ്പോൾ എല്ലാത്തിലുണ്ട്. പക്ഷെ നബി ഒറ്റ പോയിന്റാണ് പ്രശ്നം പറഞ്ഞത്, ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹ, അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ അവർ തനിച്ചാകുമ്പോൾ അത് അവർ ചെയ്യും. ആരുമില്ലാത്ത ഇടങ്ങളിൽ ഹറാമുകൾ ചെയ്യുന്നവരാണ്. എന്നാൽ അവർ നന്മ ചെയ്യുന്നുണ്ട്. അവരുടെ നന്മകൾക്ക് അള്ളാഹുവിന് ആവശ്യമില്ല. സ്വകാര്യതകളിൽ തിന്മകൾ കൊണ്ട് നടക്കുന്നവന്റെ നന്മ അള്ളാഹുവിന് ആവശ്യമില്ല. അത് കപടതയുടെ ഇരുമുഖമുള്ളവന്റെ നന്മ അള്ളാഹുവിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, നമ്മളെ ജീവിതത്തിൽ തിന്മകളെ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഇതിന് പരിഹാരം ഒന്നേ ഉള്ളൂ, അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ബോധം. അല്ലെ, ഒരു CCTV ക്യാമറ അവിടെ ഉണ്ട്, അതൊരാൾ അവിടുന്ന് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് അവിടെ ഒന്ന് ശ്രദ്ധിക്കും. ഇവിടെ നിന്ന് വല്ലാതെ കുരുത്തക്കേട് കളിച്ചാൽ എന്ത് ചെയ്യും? അവിടുന്ന് ഒരാൾ നോക്കുന്നുണ്ട്. പക്ഷെ ഒരു ക്യാമറയുടെ പരിധിക്കുള്ളിലല്ലെങ്കിലും എല്ലാ സമയത്തും വളരെ മൈന്യൂട്ട് നമ്മളെ കാണുന്ന ഒരു റബ്ബുണ്ട്. അലം യഅലം ബിഅന്നല്ലാഹ യറാ, അള്ളാഹു നിങ്ങളെ കാണുന്നു എന്നവൻ അറിയുന്നില്ലേ? യഅലമു ഖായിനത്തൽ അയുൻ, അവന്റെ അറിവിന്റെ സൂക്ഷ്മത എത്രയാണ്? നിങ്ങളുടെ കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവനാണ്. കണ്ണ് കട്ടു നോക്കുന്നത് പോലും അറിയുന്നവൻ. വമാ തുഖ്ഫി സുദൂർ, ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് അറിയുന്നവനാണ്. വമാ തുഖ്ഫി സുദൂർ, ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് അറിയുന്ന റഹ്മാനായ റബ്ബ്. നമ്മൾ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അള്ളാഹുവിന്റെ കണ്ണ് വെട്ടിച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ ബോധം നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ ഒരു ഹറാം നമ്മൾ ചെയ്യില്ല. അല്ലെ, യസ്തഖ്ഫൂന മിനന്നാസ്, ജനങ്ങളിൽ നിന്നവർ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. അവൻ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ അവൻ കാണുന്ന കാഴ്ചകൾ, അവൻ സെർച്ച് ചെയ്യുന്ന സെർച്ച് എഞ്ചിനിൽ അവൻ സെർച്ച് ചെയ്യുന്ന വാചകങ്ങൾ എല്ലാം നാളെ പരലോകത്ത് കൊണ്ടുവരും. യസ്തഖ്ഫൂന മിനന്നാസ്, ജനങ്ങളിൽ നിന്ന്, പാരന്റ്സിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് എല്ലാം ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, എന്നാൽ ആരിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചാലും അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ സാധ്യമല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് തന്നെ പഠിച്ചോ കാണുന്നുണ്ട് എല്ലാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ആ സൂക്ഷ്മതാ ബോധം, ആ ഹറാമുകളിൽ നിന്നുള്ള ആ ഒരു വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? കൈവരണം. ആ നിലക്ക് നമ്മുടെ ഈ വെക്കേഷൻ കാലഘട്ടത്തെ എന്ത് ചെയ്യണം? നന്മയുടെ വഴിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കണം. അത്തരം ക്യാമ്പുകളും ക്ലാസ്സുകളൊക്കെ അതിന്റെ ഇൻഫർമേഷൻ, അറിയിപ്പുകൾ കിട്ടുമ്പോൾ, ചിലത് റെസിഡൻഷ്യൽ ക്യാമ്പുകളായിരിക്കും, ചിലത് നമ്മൾ ക്ലാസ്സിന് പോയി തിരിച്ചു വരുന്ന ക്ലാസ്സുകളായിരിക്കും. ഇങ്ങനെയൊക്കെ ക്യാമ്പുകളും ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ നമ്മളെ കുട്ടികൾ എന്ത് ചെയ്യണം? അവരെ നമ്മൾ എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? താല്പര്യം കാണിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അൽ ഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂൾ, അതിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ വളരെ വലിയ റിസൾട്ടുകൾ നമുക്കുണ്ടായ ഒരു പദ്ധതിയാണ് അൽ ഫിത്ര എന്ന് പറയുന്നത്. 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്കാണ് പ്രവേശനമുള്ളത്. 3 വർഷത്തെ ഒരു പാഠ്യ കാലാവധിയാണ്. തജ്വീദോടുകൂടി നമ്മുടെ കുട്ടികൾ ഖുർആൻ ഖത്മ് ചെയ്യുകയാണ്. 2 ജുസ് വരെ അവർക്ക് ഹിഫ്ള് പൂർത്തിയാകുന്ന ഒരു പദ്ധതിയാണ്. അതേപോലെ തന്നെ അവർക്ക് നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ, ദിക്റുകൾ അവർക്ക് ഹൃദിസ്ഥമാക്കാനുള്ള അവസരം, അതേപോലെ ഉമ്മമാർക്ക് പ്രത്യേകമായ പരിശീലനം നൽകുന്ന കോഴ്സുകൾ, ശിശു സൗഹൃദ അന്തരീക്ഷം, മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകമാരാണ് നമുക്ക് ഈ അൽ ഫിത്രയിൽ ക്ലാസ്സുകൾ എടുക്കുന്നത്. ആ നിലയ്ക്ക് എല്ലാ നൂതനമായ സംവിധാനങ്ങളും ആക്ടിവിറ്റീസ് ഒക്കെ ഒന്നിച്ചു ചേർത്തുള്ള ഒരു പഠന രീതിയാണ് യഥാർത്ഥത്തിൽ അൽ ഫിത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വേക്കൻസി കുറച്ചുകൂടി കുട്ടികൾക്കുള്ള അവസരങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം? അത് പ്രത്യേകമായി ശ്രദ്ധിച്ച്
അതിൻ്റെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ തസ്ഫിയ, ആദർശ സമ്മേളനങ്ങൾ, തൗഹീദി പ്രഭാഷണങ്ങൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ നടന്നു വരികയാണ്. അതിൽ ഏപ്രിൽ 13 തിങ്കളാഴ്ച ചെറുവാഞ്ചേരി കുന്നിന് താഴെ വൈകുന്നേരം 5:30 തിങ്കളാഴ്ച 5:30 മുതൽ മുജാഹിദ് ബാലുശ്ശേരി പ്രഭാഷണം നടത്തുകയാണ്. എല്ലാവരും കുടുംബസമേതം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങൾ, പോരായ്മകൾ അല്ലാഹു നമുക്ക് പരിഹരിച്ചു തരുമാറാകട്ടെ. രോഗികളായ ധാരാളം ആളുകൾ അല്ലാഹുവിനെ അവർക്ക് ശിഫ പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അല്ലാഹുവിനെ അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദ്ദിൽ അശ്ശർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.